ജനുവരി 26 സി എ ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ബിക്കോസ് ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ റിസൾട്ട്സ്. ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം തുടങ്ങിയിട്ടുണ്ടാവും. സിലബസിൻ്റെ വോളിയം ഒക്കെ ഏകദേശം എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് സിലബസിൻ്റെ പ്രഷേഴ്സ് കയറി വരുന്നുണ്ടാവും. ബട്ട് ഡോണ്ട് വെറി, ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ പ്ലാൻ തരാം. വെർബൈ നിങ്ങൾ ഈ എൻറ്റയർ ജേർണി സ്മൂത്ത് ആവും. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ വൺ ബൈ വൺ. സ്റ്റാർട്ട് സ്റ്റഡിങ് ദ സെയിം ഡേ ഇറ്റ് ഇസ് ടോട്ട്. Now this is rule number 1. എന്താണോ ക്ലാസ്സിൽ അന്ന് പഠിപ്പിച്ചത് അത് അന്ന് തന്നെ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇനി ഈവൻ ഇഫ് നിങ്ങൾക്ക് അന്ന് പഠിപ്പിച്ച കംപ്ലീറ്റ് ടോപ്പിക്സ് തീർക്കാൻ പറ്റുന്നില്ല, കാര്യമാക്കണ്ട. അറ്റ്ലീസ്റ്റ് ഒരു ഓവറോൾ റീഡിങ് കൊടുക്കാൻ നോക്കുക. ആ കോൺസെപ്റ്റൊക്കെ എൻറ്റയർ സമ്മറി എന്തായിരുന്നു എന്നുള്ളത് നോക്കുക. കാരണം ആ ടോപ്പിക്ക് നിങ്ങളുടെ മൈൻഡിൽ ഫ്രഷ് ആണ്. നിങ്ങളുടെ മൈൻഡിൽ വന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ആയി നിൽക്കുകയാണ്. അതേപോലെ ലോക്ക് ചെയ്യുക. നിങ്ങൾ എത്ര നേരത്തെ ഒരു ടോപ്പിക്ക് പഠിക്കണോ അത്രയും അത് നിങ്ങളുടെ മൈൻഡിനെ റീറ്റെയിൻ ചെയ്യുന്ന ചാൻസസ് കൂടുതലാണ്. റൈറ്റിംഗ് പ്രാക്ടീസ് ഫോർ തിയറി സബ്ജക്ട്സ്. ഇത് ഒരുപാട് സ്റ്റുഡൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. തിയറി പേപ്പേഴ്സ് ലൈക്ക് ലോ, ഓഡിറ്റിംഗ്, റൈറ്റിംഗ് പ്രാക്ടീസ് അത്യാവശ്യം നല്ല റോള് കളിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് എത്രമാത്രം ക്ലിയറായി മനസ്സിലായി അതുകൊണ്ട് മാത്രം കാര്യമില്ല. എക്സാം ഹോളിൽ നിങ്ങൾ തലയിൽ കോൺസെപ്റ്റ് കറങ്ങി കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദാറ്റ് ഈസ് വെയർ റൈറ്റിംഗ് പ്രാക്ടീസ് കംസ് ഇൻ ടു പിക്ചർ. അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഒരു പാസ്റ്റ് എക്സാം പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ RTP ക്വസ്റ്റ്യൻ എടുക്കുക, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ക്വസ്റ്റ്യൻ എടുക്കുക. അതൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ സ്വയം അതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. മേക്ക് ഷുവർ നിങ്ങളത് ആരെങ്കിലും കൊണ്ടും ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫാക്കൽറ്റി അവൈലബിൾ ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിനെന്തൊക്കെ കറക്ഷൻസ് വരുത്താനുണ്ട് എന്നുള്ളതും ചെക്ക് ചെയ്യുക. മേക്ക് ഷോർട്ട് നോട്ട്സ് ഫ്രം ഡേ 1. നിങ്ങൾ എക്സാമിന് അടുപ്പിച്ചിട്ടുള്ള ലാസ്റ്റത്തെ 1.5 മാസം 2 മാസത്തിൻ്റെ റിവിഷൻ്റെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഷോർട്ട് നോട്ട്സ് ആണ് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ പോകുന്നത്. എസ്പെഷ്യലി എക്സാമിൻ്റെ ഇടയിൽ ആ 1.5 ദിവസമാണ് നമുക്ക് പഠിക്കാൻ കിട്ടുക. ആ 1.5 ദിവസത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലോ, കംപ്ലീറ്റ് ടാക്സ്, കംപ്ലീറ്റ് ഓഡിറ്റ്, കംപ്ലീറ്റ് അക്കൗണ്ട്സ് എല്ലാം തീർക്കണമെങ്കിൽ whatever you're making now, that is going to be helpful over there. So formulas, tricky adjustments, keywords, conceptual summaries, ഇതൊക്കെ നിങ്ങളെ ഓൺ വേർഡ്സിൽ അല്ലെങ്കിൽ പിക്ചേഴ്സ് ആയിട്ട് എഴുതിയെടുക്കുക. ബൈ ദ ടൈം ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ഈ ഷോർട്ട് നോട്ട്സ് നിങ്ങളെ റിവിഷൻ്റെ ഒരുപാട് ടൈം സേവ് ചെയ്യും. ഇനി ഈവൻ ഇഫ് ഈ നോട്ട്സ് നിങ്ങൾ ആ ടൈമിൽ നോക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ചെയ്യുന്ന റൈറ്റിംഗ് പ്രാക്ടീസ് നിങ്ങളെ സ്റ്റഡീസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. For now, accuracy is important than speed in practical papers. Practical papers like accounts, costing, FM, students പൊതുവേ ഫോക്കസ് ചെയ്യാറുള്ള എന്താ വെച്ചാൽ എനിക്കിത് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ് ദിസ് സ്റ്റേജ് നിങ്ങൾ സ്പീഡിൽ ഫോക്കസ് ചെയ്യരുത്, അക്യുറസിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സ്പീഡ് ഓവർ ദി പീരിയഡ് പ്രാക്ടീസിന് കൂടെ ഡെവലപ്പായി വരും. ഇപ്പോൾ നിങ്ങൾ സ്പീഡിൽ ഫോക്കസ് ചെയ്ത് നിന്നാൽ റിവിഷൻ്റെ ടൈമിൽ ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എല്ലാം ആദ്യം ഒന്ന് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യും. ട്രാക്ക് RTPs ആൻഡ് പാസ് പേപ്പേഴ്സ്. IC റിലീസ് ചെയ്യുന്ന റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി നിങ്ങൾ അറ്റംപ്റ്റ് ജാനുവരിയിലാണെങ്കിൽ സെപ്റ്റംബർ അറ്റംപ്റ്റിൻ്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ കീപ്പ് എ ട്രാക്ക് ഓൺ ദാറ്റ്. നമ്മൾ സാധാരണ കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP എന്നാണ് പറയാറ്. ICA ഹാസ് എ ട്രെൻഡ് ഓഫ് റിപ്പീറ്റിംഗ് പാസ്റ്റ് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി RTP എന്ന്. അതും പലപ്പോഴും നിങ്ങൾ RTP എന്നല്ല ക്വസ്റ്റ്യൻ വരാറുള്ളത്, അതിൻ്റെ തൊട്ട് മുന്നത്തെ RTPയിലാണ്. റിഗാർഡിങ് മൈ പേപ്പർ, ലോ പേപ്പറിൽ ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരുപാട് അറ്റംപ്റ്റിൻ്റെ RTP ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഗോ ത്രൂ ദം. സെപ്റ്റംബറിന് റിലീസ്ഡ് ആകുമ്പോൾ അതും ചെക്ക് ചെയ്യുക. ജാനുവരിന് റിലീസ്ഡ് ആകുമ്പോൾ എല്ലാ സബ്ജക്ട്സിനും അതും ചെക്ക് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ വണ്ടർ അടിക്കുന്നതിൽ നിന്ന് നിങ്ങളെ സേവ് ചെയ്യും. റെഗുലർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് കേട്ടു, തിയറി വായിച്ചു, അതുകൊണ്ട് മാത്രം കാര്യമില്ല. പലരും പറയാറുണ്ട് ഞാൻ തിയറിയൊക്കെ പച്ചവെള്ളം പോലെ പഠിച്ചു എന്നുള്ളത്. പച്ചവെള്ളം പോലെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ICA ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള തിയറി പോയിന്റ്സ് മാത്രം പോരാ, അത് ആ കേസിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്തു എന്നുള്ളത് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. സോ ഈവൻ ഇഫ് യു ഡൂയിങ് ഓൺലി 2 to 3 ക്വസ്റ്റ്യൻസ് എ ഡേ, നിങ്ങളെ മൈൻഡ് ഷാർപ്പാക്കാൻ അത് ഹെൽപ്ഫുൾ ആവും. റൈറ്റ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് എനർജി. ഒരു ഭയങ്കര അണ്ടർ റേറ്റഡ് സീക്രറ്റ് ഇൻ CA സ്റ്റഡീസ് നിങ്ങളെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ ഹു ആർ സീരിയസ്, പോസിറ്റീവ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഡിസ്കസ് കോൺസെപ്റ്റ്സ്, റിവൈസ് ടുഗദർ, ഹെൽപ്പ് ഈച്ച് അതർ ഔട്ട്. റൈറ്റ് ടീം നിങ്ങളെ റൈറ്റ് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഫോക്കസ് തരും. ആൻഡ് ലാസ്റ്റ്, കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പെർഫെക്ഷൻ. ഞാൻ പറഞ്ഞ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യൽ പോസിബിൾ ആവുമോ? മേ ബി നോട്ട്, ആൻഡ് ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. നമ്മൾ മെയിൻ എയിം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാൻ ഉണ്ടാവുക ആൻഡ് അതിൻ്റെ മാക്സിമം അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഈവൻ ഇഫ് 70% എക്സിക്യൂഷൻ ഓഫ് എ പ്ലാൻ ഈസ് ബെറ്റർ ദാൻ 0 പ്ലാനിങ്. സ്മോൾ കൺസിസ്റ്റൻറ്റ് എഫേർട്സ് ആണ് നമ്മളെ CA കോഴ്സിൽ ലോങ് റണ്ണിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഗോള് പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല, പ്രോഗ്രസീവ് ആവുക എന്നുള്ളതാണ്. So take it one day at a time. Start with today's class. Make that one page of note. Solve that one question. And slowly, you will build momentum that will carry you confidently to the exams. Stay focused. Stay consistent. And remember, you got this. And ഞാൻ ഇവിടെ ലോൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അതിൽ
ഓവർ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഓൾറെഡി ഉണ്ട്. ഞാൻ ഓഫ്ലൈൻ എടുക്കുന്നതും ഓൺലൈൻ എടുക്കുന്നതും എൻ്റെ സ്റ്റുഡൻസ് അല്ലാത്തയും ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട് അതിൽ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. സോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് യുവർ ഡൗട്ട്സ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. See you in the next one.